ഗോവിന്ദചാമിയെ തൂക്കിക്കൊന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ജിഷയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് സൗമ്യയുടെ അമ്മ സുമതി. കേരളത്തിൽ ഇപ്പോഴും ഗോവിന്ദചാമിമാരുണ്ടെന്നതിന് തെളിവാണ് പെരുമ്പാവൂർ സംഭവമെന്നും സുമതി റിപ്പോർട്ടറോട് പറഞ്ഞു. പെരുമ്പാവൂരിലെ ജിഷയുടെ ക്രൂരമായ കൊലപാതക വാർത്ത ചാനലിൽ മിന്നിമറയുന്നത് കണ്ടപ്പോൾ ഷൊർണൂർ കാരക്കാട്ടെ വീട്ടിലിരുന്ന സുമതി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. പിന്നെ ഗോവിന്ദചാമി എന്ന മൃഗം ഇല്ലാതാക്കിയ തൻ്റെ മകൾ സൗമ്യയെക്കുറിച്ചോർത്ത് കരഞ്ഞു. സൗമ്യ അവസാനത്തെ ഇരയായിരിക്കട്ടെ എന്നായിരുന്നു സുമതിയുടെ പ്രാർത്ഥന. പക്ഷേ വീണ്ടും സൗമ്യമാരും ഗോവിന്ദചാമിമാരും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഗോവിന്ദചാമിയെ തൂക്കിലേറ്റിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ പാവം ജിഷയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് വേദനയോടെ സുമതി പറയുന്നു. ഈ 6 വർഷമായിട്ട് ഇന്നും ഗോവിന്ദചാമി ജീവിച്ചിരിക്കുന്നു. അവനെ തൂക്കി കൊന്നിട്ടുണ്ടെങ്കിൽ, എത്രയും വേഗം അവനെ ഈ തൂക്കി കൊന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് ഒരു വിധം പരിധി കിട്ടും. സമൂഹത്തിൽ ഇപ്പോഴും ഗോവിന്ദചാമിമാർ വാഴുകയാണെന്നതിന്റെ തെളിവാണ് പെരുമ്പാവൂർ സംഭവമെന്നും സുമതി പറഞ്ഞു. ഇപ്പോഴും ഗോവിന്ദചാമിമാരുണ്ട്. അതുപോലുള്ള ആൾക്കാരുള്ള കാരണം കൊണ്ടല്ലേ ഡൽഹിയിൽ ഈ സൗമ്യ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ആ ഒരു അതിൻ്റെ ഇടയിൽ എവിടെയല്ലോ ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. ചാമിയെ തൂക്കിലേറ്റിയെന്ന വാർത്ത കേൾക്കുമെന്ന പ്രതീക്ഷയോടെയാണ് താൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇനിയൊരു പെൺകുട്ടിക്കും ജിഷയുടെയോ സൗമ്യയുടെയോ ഗതി വരാതിരിക്കാൻ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നും സുമതി ഓർമ്മിപ്പിക്കുന്നു. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.